കമലകത്തൊരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. കമ്മ്യൂണിറ്റി ഹാള് ഇപ്പം നിലവിലൊരു അപകട സാധ്യതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് പണ്ടേ കുറേ കാലം മുമ്പേ ഞാൻ വിചാരിച്ചതാണ്. ഇനിയും ചെയ്തില്ലെങ്കിൽ മിക്കവാറും അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. മിക്കവാറും വീഡിയോ ചെയ്യാൻ ചെല്ലുമ്പോൾ അപകടം സംഭവിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതായത് പലതവണയായിട്ട് ഞാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഞാനങ്ങനെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അത് എന്താണ് അപകടമെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് അങ്ങോട്ട് പോകുന്ന കുറേ കാഴ്ചകൾ കണ്ട് നമുക്ക് അവിടെ അങ്ങ് ചെല്ലാം. താലോലമാടി പാറുന്നേ ഞാനേതോ തൂവൽ പോലെ എനിക്കായി മാത്രം വരയ്ക്കുന്നതാരോ അഴകേറും ചിത്രങ്ങൾ വഴിയിൽ നിറയെ പല നാളായ മോഹങ്ങൾ നേരാവുന്നേ ഈ നേരം ഞാനിന്നു കൊണ്ടാടുന്നേ കൈയോട് കയ്യായി. ഈ ഭാഗത്ത് അങ്ങ് ഇവിടെ അവസ്ഥയോടെ ആ ഭാഗത്ത് അവസ്ഥ അവിടെ ഉള്ളതാണ്. പക്ഷേ ഇപ്പം മഞ്ഞ് മൂടി ഇരിക്കപ്പെട്ട് കാണാൻ പറ്റില്ല. ഇതാണ് ചെമ്പാങ്കുന്ന്. ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഈന്തമ്പഴം നോക്കി പോകുന്നൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അതിന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 30,000-ന് മേലെ വ്യൂ വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. കണ്ടിരുന്ന എല്ലാവർക്കും ഇനി കാണാനുള്ളവർക്കുമൊക്കെ താങ്ക് യു, നന്ദി അങ്ങനെ പറയുകയാണ്. ഇതുവരെ നിങ്ങളത് കണ്ടില്ലെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എൻ്റെ മണ്ടയിൽ പോയിട്ട് ഈന്തമ്പഴം ഉണ്ടോ എന്ന് നോക്കാൻ പോയൊരു വീഡിയോ ആണ്. ചാനലിലുണ്ടാവും, കയറി നോക്കുക. എന്തായാലും അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ അഗസ്ത്യ റോഡ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ വന്നപ്പം തന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതെന്താ മണ്ടരിയോ എന്താണ്ടോ ആണ്, ഇതാണെന്ന് തോന്നുന്നു. ഇത് തെങ്ങിലൊക്കെ വീഴുന്നൊരു തരം മണ്ടരി ആയിരിക്കാം. അങ്ങനെ ഒരെണ്ണത്തിന് ഞാൻ ഇതാ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് പറഞ്ഞു വരട്ടെ. അതിവിചിത്രമായൊരു വണ്ട്. ഈ തെങ്ങിലൊക്കെയാണ് ഇമ്മാതിരി വണ്ട് വന്നിട്ടുള്ളത്. എന്തോ ഒരു വണ്ട്, തെങ്ങിലൊക്കെ വീഴുന്ന വണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം തെങ്ങിൽ ഞാൻ ഇതുപോലത്തെ ഒരുപാട് വണ്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ തന്നെ ഇരിക്കട്ടെ, അതാ പോയി. ആ വണ്ടിനെ എടുത്ത് കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് വിട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് തന്നെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അതിവിശാലമായ അതിമനോഹരമായ കാടും വനാന്തരങ്ങളുമൊക്കെയാണ്. കണ്ടോ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഇഷ്ടം പോലെ ഈന്തനുണ്ട്. ഉണ്ട്, ചെറിയ കാട്ടിലുള്ള ചെറിയ ഈന്ത്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും കായ്ച്ചില്ല. അത് കാണാനായിരുന്നു ഞാൻ പോയത്. ഇവിടെ ഈന്തനുണ്ട്, അതിൽ കായുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചാനലിലുണ്ട്, കണ്ടില്ലെങ്കിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. മനോഹരമായിരിക്കും. അതുപോലത്തെ ആ വണ്ടിനെ വീണ്ടും വേറൊരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ഇതും മറ്റേ വണ്ട്, നേരത്തെ കണ്ട അതേ സെയിം വണ്ട്. അതിൻ്റെ പേരറിഞ്ഞൂടെ. ഇത് തെങ്ങിലൊക്കെ വീഴുന്ന വണ്ടായിരിക്കാം, അതുപോലെ ഇരിക്കുന്നു. കാരണം തെങ്ങിൽ ഇതുപോലത്തെ ഒരുപാട് വണ്ടുകൾ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം. അങ്ങനെ ഞാനങ്ങനെ കടുവമൂട്ടിലോട്ട് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വണ്ടി വരുന്ന വഴിയും ഇടേ സൈഡിലൂടെ ഉള്ളത് ഇപ്പോൾ ഉള്ള വഴിയും. നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. പൊക്കോ. ഏതാ പട്ടി? എനിക്ക് അറിയണ്ടാത്ത ഏതാ പട്ടികൾ. ഇപ്പോൾ നീ ഉദ്ദേശിച്ച ആളെ ഞാനല്ല. പോ. അങ്ങനെ കടുവമൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് മൊത്തം അതിദാരുണവും ക്രൂരവും പൈശാചികവുമായ റോഡാണ്. ഇവിടെ മൊത്തം വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ. മിക്ക സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്കൊന്നും കുഴപ്പമില്ല, കോൺക്രീറ്റൊക്കെ ഉണ്ടെങ്കിലും ചില സ്ഥലത്തൊക്കെ അത് ദാരുണമാണ്.
അങ്ങനെ കടുവമൂട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ കമ്മ്യൂണിറ്റി ഹാൾ ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിറ്റി ഹാളാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഗ്രാമീണ പഠന കേന്ദ്രം എന്നാണ്. പഠന കേന്ദ്രമാണ്, കമ്മ്യൂണിറ്റി ഹാളാണ്. അങ്ങനത്തെ ഒരു പൊതുവായൊരു സംഭവം ഇതാണത്. ഇതിൻ്റെ കാഴ്ച ആദ്യം കാണിച്ചു തരാം. എൻ്റെ അപകടം എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാവേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. 2018 പണി കഴിച്ചതാണ്, പണി കഴിപ്പിച്ച് നിർത്തിയതാണ്. എന്നാൽ ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനൊന്നുമല്ല. ഇപ്പോഴും വർക്കിംഗ് ഒന്നും ആയിട്ടില്ല. പണി കഴിപ്പിച്ച് അങ്ങനെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. എന്തോ ടെക്നിക്കൽ എറർ കാണും, എന്തൊക്കെയോ സാങ്കേതിക തകരാറുകൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് ആക്കാത്തത്. ഇപ്പോൾ എൻ്റെ ജനലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ആ ജനൽ ഗ്ലാസ്സൊന്നുമില്ല, അതൊക്കെ പൊട്ടി. മൊത്തം ഇതിൻ്റെ പരിസരം മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അത് ഇവിടത്ത് ഈ ചുവരുകളിലൊക്കെ ഇൻസ്റ്റാ ഐഡികളും കാര്യങ്ങളൊക്കെയാണ്. ഞാനിതിൽ എവിടെയും എൻ്റെ ഇൻസ്റ്റാ ഐഡി എഴുതി വെച്ചില്ല, അപ്പുറത്ത് മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിസര പ്രദേശം. ഇവിടെ കണ്ട ഒരു മരം, ഇതും ഒരപകടമാണ്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ അകത്ത് കുറേ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കാണിക്കാം. ചുറ്റി വന്നാൽ ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. ഇതിൻ്റെ പരിസരം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ 2 ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വയറിംഗ് ഒക്കെ ചെയ്തത് ഇപ്പോഴാണ്. ഇതുവരെയും കറണ്ട് വന്നിട്ടൊന്നുമില്ല. കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. അതിന് താമസിയാതെ കറണ്ട് വരുമായിരിക്കും. കറണ്ട് വന്നു എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ഓപ്പൺ ആക്കുമായിരിക്കാം. ഇവിടെ പൈപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിലവിലിതുള്ളത്. അതായത് കുഴപ്പമില്ല, കെട്ടിടം അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു, മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു. അതിപ്പം പ്രവർത്തനരഹിതമാണ്. 2018 ഇതിൻ്റെ പണി കഴിഞ്ഞെങ്കിലും ഇതുവരെയും ഇത് പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. ഇതൊന്നും പ്രവർത്തി തുടങ്ങിയിട്ടില്ല. 2018 എൻ്റെ പണി കഴിഞ്ഞെങ്കിലും ഇതുവരെയും ഇത് പ്രവർത്തി തുടങ്ങിയൊന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ കെട്ടിയിട്ട് ആ ഒരു നിലവിലുള്ള അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവിടെ ടൈലൊക്കെ കുറേയൊക്കെ ഇടിഞ്ഞ് പൊട്ടിപ്പോയി. കുറച്ച് ഫ്രണ്ട് ജനലിൽ മൊത്തം പൊട്ടിപ്പോയി. ഫ്രണ്ട് ജനലിലെ ഗ്ലാസ് പൊട്ടിയതാണ്. എൻ്റെ ഗ്ലാസ്സൊന്നുമില്ല. അകത്ത് കുറേ ബോക്സൊക്കെ ഇരിപ്പുണ്ട്. അവിടുത്തെ പാക്ക് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ളത്. ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഫാന് ലൈറ്റ് വയർ ചെയ്തിട്ടുണ്ട്. വയർ ചെയ്ത് ലൈറ്റ് വെച്ച് ഫാൻ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ കറണ്ട് മാത്രമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അകത്ത് കയറിയിട്ട് ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര എക്കോ. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥ. ഇതൊക്കെയാണ് ഇതിൻ്റെ നിലവിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇനി അപകട സാധ്യത ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ആ ഭയാനകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മരമാണ് ആ അപകടം. അതൊരു പട്ട് പോയൊരു മരമാണ്. അത് പട്ട് നിൽക്കുന്ന മരമാണ്. അത് ഇത് കെട്ടി പണി കഴിഞ്ഞ് ആ സമയത്ത് പട്ടതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കണ്ട, ഇതിൻ്റെ മൂടൊന്നും ഇല്ല. ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഇതൊന്ന് തള്ളിയാൽ തന്നെ മറിഞ്ഞ് വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ ഇടിച്ചതിൻ്റെ ഈ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലവും ആയതുകൊണ്ട് മണ്ണൊക്കെ ബലം കുറയുമ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ മണ്ടയിലേക്ക് വീഴുമോ എന്നാണ് ഭയപ്പെടുന്നത്. ഒരു പക്ഷേ അങ്ങനെ വീണേക്കാം. അതാണ് അതിൻ്റെ ഭയാനത. ഈ മരം ഇതിൻ്റെ മണ്ടയിലോട്ട് ചാഞ്ഞങ്ങ് നിൽക്കുകയാണ്. നല്ല പൊക്കമുള്ളൊരു മരം. ഈ മരം കുഴപ്പമില്ല, ഇത് ഉണക്കൊന്നുമില്ല, പച്ചമരമാണ്, ഇലയൊക്കെ ഉണ്ട്. 2 കൊമ്പ് പട്ട് പോയെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ മരം ഇത് അപകടമാണ്. വളരെയേറെ അപകടം പിടിച്ചൊരു മരമാണിത്. അതെങ്ങാനും മറിഞ്ഞ് വീഴുകയാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വീണിട്ട് കെട്ടിടം ഇടിയും. അതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. മൊത്തം ഇടിഞ്ഞില്ലെങ്കിലും നല്ല പരിക്ക് പറ്റും. അങ്ങനെ പരിക്ക് പറ്റിക്കാനുള്ള ശേഷിയുള്ളൊരു മരമാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞൊരു ഭയാനത.
ഇത് പഞ്ചായത്തുകാരോ ഇതിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ ഇതിനെ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ മണ്ടയ്ക്ക് വരും, ഉറപ്പാണ്. അതിൻ്റെ ബാക്കിൽ കാണിച്ച ആ മരമുണ്ട്, അത് ഇടിഞ്ഞാലും ഈ കെട്ടിടത്തിലോട്ട് ബാധിക്കില്ല. പക്ഷേ ഈ മരം ഇത് അപകടമാണ്, വളരെ അപകടമാണ്. ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ട് ഇതിനെ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഈ മരം എല്ലാം കൂടി ഇടിഞ്ഞ് പറഞ്ഞ് കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് വീഴും. അത് ഏത് നിമിഷവും വീഴാം. ആ ഒരവസ്ഥയിലാണ് ഈ മരം നിൽക്കുന്നത്. കാണാൻ ഞാൻ കയറി ആട്ടിയൊന്നും നോക്കിയില്ല, ഞാൻ കയറി ആട്ടി നോക്കിയിട്ട് വേണോ ഇനി ഇടിഞ്ഞ് പറഞ്ഞെങ്ങാനും വീഴണമെങ്കിൽ. ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ മരത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഏത് സമയവും ഈ മരം ഇടിഞ്ഞ് കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് വീഴാം എന്നുള്ളൊരവസ്ഥയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. അവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് വേറൊരു മരമാണ്, അതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്നത് നേരത്തെ കാണിച്ച മരമാണ്. ഇത് മറിഞ്ഞ് വീണാൽ തന്നെയും കെട്ടിടത്തിന് ബാധകം ഉണ്ടാവില്ല, ആ മരത്തിൻ്റെ അങ്ങോട്ടേ വീഴുകയുള്ളൂ. ഇത് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷെ അപ്പുറത്ത് കാണിച്ച ആ മരം അത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഴാനുള്ള സാധ്യത ഉണ്ട്, അതല്ല അത് വീണ ഈ കെട്ടിടത്തിന് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ മരത്തിൻ്റെ ഒരു നിപ്പ് കണ്ടാൽ തന്നെ അറിയാം, അത് ഏത് നിമിഷവും വീഴാനുള്ള സാധ്യത കൂടുതലെന്നാണ് ഞാൻ പറഞ്ഞത്. വീഴുമെന്നല്ല, വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് വീഴുന്നതിന് മുമ്പ് അതിൻ്റെ കണക്കിന് തന്നെ മുറിച്ച് മാറ്റില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും വീഴും. ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് തന്നെ വീഴും, കെട്ടിടം ഇടിയും. അതിനുള്ള നല്ല സാധ്യതയുണ്ട്. ഈ മഴക്കാലമായതുകൊണ്ടും അതിങ്ങനെ ഇടിച്ച ഈ സൈഡുണ്ടല്ലോ, ഇടിച്ചതിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടും അത് വീഴാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇവിടെ പൊടിയത്തു നിന്നാണ് ഇവിടത്തേക്ക് കറണ്ട് കൊണ്ടുവരുന്നത്. അതിനുള്ള പോസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കേബിളൊക്കെ ഇട്ടിട്ട് കേബിൾ വലിച്ച് കറണ്ട് കൊണ്ട് വരും. അത് നേരത്തെ പെട്ടെന്ന് വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ മീറ്ററൊന്നും വെച്ചിട്ടില്ല, അത് കറണ്ട് എടുത്താലല്ലേ വെക്കുള്ളൂ. ഇതുണ്ട്, ഇവിടെ കൂടെ നോക്കിയാൽ കാണാം, അകത്തൊന്നുമില്ല. വയർ ചെയ്തിട്ടൊന്നുമില്ല, വയറിങ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നില്ല. അതിനകത്ത് വയറൊന്നും കാണാനില്ല. എന്തായാലും ഇത് പൈപ്പൊക്കെ ഇട്ട് അവിടെ കയറട്ടെ, പൈപ്പും ഫാനൊക്കെ ഇട്ട് ലൈറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വയർ ചെയ്ത് കാണണം, വയർ ചെയ്തിട്ടാണല്ലോ അത്. പുറത്ത് വയറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ മാറാലയാണ് സുഹൃത്തുക്കളെ, മാറാല. ഇവിടുത്തെ ലൈറ്റ് വെച്ചതാണെന്ന് തോന്നുന്നു, അതിനൊന്നും കാണാനില്ല. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇവിടെ വെച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. അവസാനമായിട്ടെനിക്ക് പറയാനുള്ളത്, ഇതാണ് കമ്മ്യൂണിറ്റി ഹാൾ പ്ലസ് പഠന കേന്ദ്രം. അങ്ങനത്തെ ഒരു ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് പഠന കേന്ദ്രം എന്നാണ്. 2014-15 വർഷത്തെ ഫണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഗ്രാമീണ പഠന കേന്ദ്രം, കമലഹത്ത ഗ്രാമീണ പഠന കേന്ദ്രം, കുറ്റിച്ചേരി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് ഇവിടുത്തെ പഠന കേന്ദ്രം. ഇതാണ് അതിന് ഭീഷണിയായിട്ട് നിൽക്കുന്നൊരു മരം, ഉണങ്ങിയ മരമാണിത്. ഉണങ്ങിയ മരം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഏത് നിമിഷവും ഈ മരം ഇടിഞ്ഞ് ഇതിൻ്റെ പുറത്ത് വീണൊരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഞാനിതിലൂടെ പറയുന്നത്. എന്നുള്ളൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നേരത്തെ മുറിച്ച് മാറ്റാതെ ഇതെങ്ങാനും ഇടിഞ്ഞ് ഇതിൻ്റെ പുറത്ത് വീഴുകയാണെങ്കിൽ ഞാൻ അതും വന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അല്ല പിന്നെ അന്ന് ഞാൻ കാണിച്ചു തരാം.